നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. വളരെ വലിയൊരു വാർത്തയാണ് മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതെ, നടന്മാർക്കെതിരെ എല്ലാം കേസെടുത്തിരിക്കുകയാണ്. ലൈംഗിക ആരോപണ വിധേയരായിട്ടുള്ള എല്ലാ നടന്മാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. നടിയുടെ മൊഴി എടുത്തതിന് ശേഷമാണ് ഈ ഒരു കേസ് നടപടിയിലേക്ക് നീങ്ങുന്നത്. നടിയുടെ പീഡന പരാതിയിൽ ഇപ്പോൾ നടനും അമ്മ മുൻ ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന സിദ്ദിഖിനെ ഉടൻ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുവതിയുടെ പീഡന പരാതിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. പീഡനം നടന്നെന്ന് ആരോപിക്കുന്ന മസ്കറ്റ് ഹോട്ടലിലെ രേഖകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കും. 2016 ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത അടക്കമുള്ള രേഖകളാണ് പരിശോധിക്കുക. 8 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസ് പ്രത്യേക സംഘത്തിന് ഉടൻ കൈമാറും. +2 കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇദ്ദേഹം സമൂഹമാധ്യമം വഴി ബന്ധപ്പെടുന്നത്. നിള തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് താൻ പോകുന്നത്. അവിടെ പോകുന്നത് വരെ മോളെ എന്നായിരുന്നു വിളിച്ചത്. എന്നാൽ ഈ മോളെ വിളി ഇങ്ങനെ ഒരു അപ്രോച്ച് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു സിനിമ നിലനിൽക്കുന്നില്ലെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു നടിയുടെ പുറത്തു വന്ന മൊഴി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്നുള്ള പ്രതികരണത്തിന് പിന്നാലെ അമ്മയ്ക്കും സിദ്ദിഖിനുമെതിരേക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മൗനം പാലിച്ച അമ്മയ്ക്കെതിരെ ആദ്യം വലിയ രീതിയിലൊരു വിമർശനം ഉണ്ടായിരുന്നു. പിന്നാലെയായിരുന്നു സിദ്ദിഖ് ഉൾപ്പെടെയുള്ള താരങ്ങൾ വാർത്താ സമ്മേളനം നടത്തുകയും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എതിരെ റിപ്പോർട്ട് പുറത്തു വന്നതിനെതിരെ സംസാരിക്കുകയും ചെയ്തത്. എന്നാൽ അതിനെതിരെ ഒന്നും മിണ്ടാതെ വളരെ തന്ത്രപരമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകി ഒഴിഞ്ഞു മാറിയ സിദ്ദിഖ് കുറച്ച് ദിവസങ്ങൾക്ക് പിന്നാലെയായിരുന്നു, അതിന് ശേഷമായിരുന്നു ഈ ഒരു ആരോപണം മുന്നിൽ വന്നത്. ലൈംഗികാരോപണത്തെ തുടർന്നായിരുന്നു സിദ്ദിഖ് ഈ അമ്മ സംഘടനയിൽ നിന്നും തൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ രാജിവെച്ചു പോയത്. എനിക്ക് എതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ സ്വമേധ്യാ രാജിവെക്കുന്നു എന്ന് മോഹൻലാലിനോട് പറഞ്ഞുകൊണ്ടായിരുന്നു സിദ്ദിഖിന്റെ രാജി. അതേസമയം ആരോപണത്തിൽ നടിക്കെതിരെയും സിദ്ദിഖ് പരാതി നൽകിയിരിക്കുകയാണ്. ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട്, ഇത് അന്വേഷിക്കണം എന്നൊക്കെയാണ് സിദ്ദിഖ് പരാതിയിൽ ആവശ്യപ്പെട്ടത്. DGPക്കാണ് സിദ്ദിഖ് പരാതി നൽകിയത്. വ്യത്യസ്ത സമയങ്ങളിലാണ് രേവതി സമ്പത്ത് ആരോപണം ഉന്നയിച്ചത്. ബലാത്സംഗ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ്. ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമാണെന്നും പരാതിയിൽ സിദ്ദിഖ് ആരോപിച്ചിരുന്നു. അതേസമയം തൻ്റെ കുടുംബത്തിൽ നിന്നും സിദ്ദിഖിൻ്റെ മൂത്ത മകൻ സാപ്പി വിട പറഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ആ ഒരു വേദനയ്ക്ക് പിന്നാലെയായിരുന്നു സിദ്ദിഖിനെ സംബന്ധിച്ചുള്ള ഇത്തരം വാർത്തകളെല്ലാം നടന്നു വരുന്നത്. അപ്പോൾ സാപ്പിയുടെ ആ ഒരു വിയോഗം തൻ്റെ കുടുംബത്തിൻ്റെ ഒരു തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മകനായിരുന്നു സാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ സാപ്പിയുടെ ആ ഒരു വേർപാടിൻ്റെ വേദനയെക്കുറിച്ച് സിദ്ദിഖ് തന്നെ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന, അതായത് കണ്ടകശനി കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുമ്പോഴാണ് സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്.